നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. 12 പേർക്ക് പരിക്ക്. പരവൂർ നെടുങ്ങോലത്തായിരുന്നു അപകടം. മേൽവിലാസം മാറിയതിന്റെ പേരിൽ പാസ്പോർട്ട് നൽകിയില്ല. ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടുക്കുന്നോ പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. പോസ്റ്റുമാനെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. പത്തനാപുരത്ത് വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്ക്. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. കടക്കാമണ്ണിലായിരുന്നു അപകടം. കരുനാഗപ്പള്ളി പാറ്റോലിത്തോട്ടിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. നടപടി സ്വീകരിക്കാതെ നഗരസഭ. പ്രവർത്തനരഹിതമായ ക്യാമറയും മാലിന്യം തള്ളുന്നവർക്ക് അനുഗ്രഹമാകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. 12 പേർക്ക് പരിക്ക്. പരവൂർ നെടുങ്ങോലത്തായിരുന്നു അപകടം. പരവൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ഓട്ടോറിക്ഷയിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ എതിരെ വന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പരവൂർ നെടുങ്ങോലത്താണ് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 12 യാത്രക്കാർക്ക് പരിക്കേറ്റത്. നെടുങ്ങോലം കോട്ടേക്കുന്ന് ക്ഷേത്രത്തിന് സമീപത്തെ വളവിൽ ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം. വർക്കല പരവൂർ കൊട്ടിയം റൂട്ടിലോടുന്ന ബിസ്മില്ല ബസും മൺട്രോത്തുരുത്ത് പാരിപ്പള്ളി റൂട്ടിലോടുന്ന കൽഹാര ബസുമാണ് കൂട്ടിയിടിച്ചത്. കൊട്ടിയം രാജേന്ദ്രവിലാസത്തിൽ ശ്രുതി, ചാത്തന്നൂർ ചരിവിളപ്പുത്തിന് വീട്ടിൽ ഗോപിനാഥപിള്ള, പരവൂർ ശാരികയിൽ ശരത്ത്, ബസ് ഡ്രൈവർ ഫിറോസ്, പെരുമ്പുഴ അവിട്ടത്തിൽ അഖില, മകൻ അദ്വൈത്, തിരുമുല്ലവാരം പേഴത്തിൽ വടക്കതിൽ മിനി, സുരേഷ് ബാബു, ഡ്രൈവർ സന്ദീപ്, കുറുമണ്ടൽ സ്വദേശി നസീമ, ഓട്ടോറിക്ഷ ഡ്രൈവർ നൌഷാദ് തുടങ്ങിയവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രികളിലേക്കും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ഉടൻ തന്നെ എത്തിച്ചു. ഇതിൽ സന്ദീപിനെ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചാത്തന്നൂർ ഭാഗത്തു നിന്ന് പരവൂരിലേക്ക് പോവുകയായിരുന്ന ബിസ്മില്ല ബസ് ഓട്ടോറിക്ഷയെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ എതിരെ വന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ 2 ബസ്സുകളുടെയും മുൻഭാഗം തകർന്നു. നാട്ടുകാരും പോലീസും പരവൂർ അഗ്നിരക്ഷാ സേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തെ തുടർന്ന് പരവൂർ ചാത്തന്നൂർ റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ബസ്സുകൾ റോഡിൽ നിന്നും മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. SNDP യോഗം പ്രഥമ സംഘടനാ സെക്രട്ടറിയും പത്രാധിപരുമായിരുന്ന TK നാരായണൻ സമാധി ദിനാചരണം കൊല്ലത്ത് നടത്തി. പത്രാധിപർ TK നാരായണൻ ഫൗണ്ടേഷനാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. പുരസ്കാര സമർപ്പണവും നടത്തി. SNDP യോഗം പ്രഥമ സംഘടനാ സെക്രട്ടറിയും പത്രാധിപരുമായിരുന്ന TK നാരായണന്റെ 87ാമത് സമാധി ദിനാചരണമാണ് കൊല്ലം പ്രസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് പത്രാധിപർ TK നാരായണൻ പത്രപ്രവർത്തക അവാർഡ് സമ്മാനിച്ചു. പത്തനാപുരം ഗാന്ധിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പത്രാധിപർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഓർക്കുന്ന പത്രാധിപർ KS കുമാരൻ, അദ്ദേഹം മഹത്വമാർന്ന വ്യക്തിത്വമാണ്. എന്നാൽ അതിനു മുമ്പ് തന്നെ പത്രാധിപർ എന്ന ആ അപരനാമം സമൂഹം ചാർത്തി നൽകിയ വ്യക്തിത്വമാണ് TK നാരായണൻ. തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ സവിശേഷതകളൊക്കെ ഇവിടെ പറഞ്ഞു. അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹം സിദ്ധിച്ചൊരു മനുഷ്യനാണ്. SNDP യോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ സംഘടനാ സെക്രട്ടറി ആയിരുന്നുകൊണ്ട്, അതിൻ്റെ സഞ്ചാര സെക്രട്ടറി ആയിരുന്നുകൊണ്ട് അദ്ദേഹം കുമാരനാശാനോടും ഡോക്ടർ ഫിലിപ്പൂവിനോടൊപ്പം പ്രവർത്തിച്ചു. അതിൻ്റെ ആ ആദ്യ വൈഷമ്യമുള്ള കാലഘട്ടങ്ങളിൽ ആ പ്രസ്ഥാനത്തെ വളരെ ശക്തവും സജീവവുമാക്കാനുള്ള മഹാബുദ്ധി പ്രയോഗിക്കുകയും അത് ശക്തമായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യാൻ കഴിഞ്ഞ ആ മേഖലയിൽ വിജയിച്ച വ്യക്തിയാണ് ശ്രീ TK നാരായണൻ എന്ന മഹാനായ മനുഷ്യൻ. ഫൗണ്ടേഷൻ മുഖ്യ രക്ഷാധികാരി KN ബാൽ അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ സുവർണകുമാർ ആമുഖ പ്രസംഗം നിർവഹിച്ചു. ഗോകുലാശ്രമം, ആനന്ദധാമം ആശ്രമങ്ങളുടെ മഠാധിപതി സ്വാമി ബോധേന്ദ്ര തീർത്ഥ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. സമകാലികർക്ക് ഒരു കാലത്തും പറ്റിയിട്ടില്ല. ആ ചരിത്രം തുടരുകയാണ്.
ഇന്നും ലോകത്തിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ആ കമ്പനി നമ്മൾ കേട്ട കമ്പനി അല്ലെങ്കിൽ നമ്മളുടെ പരിചയത്തിലുള്ള കമ്പനി അല്ല യഥാർത്ഥത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള കമ്പനി അദൃശ്യമായി മറഞ്ഞു നിൽക്കുകയാണ്. രണ്ടാം സ്ഥാനക്കാർ തൊട്ടാണ് നമുക്ക് വിസിബിൾ ആവുന്നത്, പോപ്പുലാരിറ്റിയിൽ വരുന്നത്. അതിന് മുമ്പുള്ളത് ഫെയിമിൽ നിൽക്കുകയാണ്. ആ ഫെയിം എന്ന് പറയുന്നത് ലേസർ പോലെ പെട്ടെന്ന് അങ്ങോട്ട് കാണാൻ പറ്റില്ല, പക്ഷെ തുളച്ച് ഇങ്ങനെ കാലാതിപർത്തിയായി കൊണ്ടുവരും. പ്രശസ്തി ലൈവ് ലൈറ്റ് പോലെ പെട്ടെന്ന് തീരുകയാണ്. ഇവിടെ നമുക്കറിയാം സ്വർഗീയ പത്രാധിപർ ടി കെ നാരായണൻ പ്രശസ്തി അല്ലെങ്കിൽ പോപ്പുലാരിറ്റി എന്നുള്ള ജനകീയമായിരിക്കുന്ന ഒരു തലമല്ല. പശ്ചിമബംഗാൾ ആലിയ സർവകലാശാല മുൻ വൈസ് ചാൻസലർ എം വഹാബ, ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ KN മോഹൻലാൽ, S സുരേഷ് ബാബു, ഫൗണ്ടേഷൻ സെക്രട്ടറി സുധാകരൻ മാരൂർ എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി. പത്രാധിപർ TK നാരായണൻ അവാർഡ് ഹൈദരാബാദ് ഡെക്കാൻ ക്രോണിക്കൽ ന്യൂസ് കൺസൾട്ടന്റ് പ്രേംചന്ദ്രന് ഡോക്ടർ പുനലൂർ സോമരാജൻ സമ്മാനിച്ചു. ഫൗണ്ടേഷൻ സെക്രട്ടറി S സന്തോഷ് കുമാർ സമാപന പ്രസംഗം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജില്ലാതല പൊതുയോഗം സംഘടിപ്പിച്ചു. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ ജില്ലാ പൊതുയോഗമാണ് നടന്നത്. ചിന്നക്കട പ്രസ് ക്ലബിലായിരുന്നു പരിപാടി. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ കൊല്ലം ജില്ലാ പൊതുയോഗമാണ് കൊല്ലം ചിന്നക്കട പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ B ജയന്തി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ലിഫോക്കിന്റെ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് R ഷാജി, ജില്ലാ സെക്രട്ടറി ആൻഡ്രൂ സെബാസ്റ്റ്യൻ, ജില്ലാ ട്രഷറർ സുകുമാരി അമ്മ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി പാറ്റോലിത്തോട്ടിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. നടപടി സ്വീകരിക്കാതെ നഗരസഭ. പ്രവർത്തനരഹിതമായ ക്യാമറയും മാലിന്യം തള്ളുന്നവർക്ക് അനുഗ്രഹമാകുന്നു. ശൗചാലയ മാലിന്യം ഉൾപ്പെടെയാണ് തള്ളുന്നത്. കരുനാഗപ്പള്ളി പാറ്റോലിത്തോട്ടിലാണ് മാലിന്യം തള്ളുന്നത് പതിവാകുന്നത്. യാതൊരു നടപടിയും സ്വീകരിക്കാൻ കരുനാഗപ്പള്ളി നഗരസഭാ അധികൃതരും തയ്യാറാകുന്നില്ല. തഴവ, തൊടിയൂർ ഗ്രാമപഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന പാറ്റോലിത്തോട് കന്നേറ്റി കായലിലാണ് ചേരുന്നത്. തോടിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ശുചിമുറി മാലിന്യം ഉൾപ്പെടെ തള്ളുന്നത്. പ്രവർത്തനരഹിതമായ ക്യാമറയുള്ള കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറ് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മാലിന്യം തള്ളുന്നത്. മാലിന്യം തള്ളുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള നഗരസഭയുടെ ബോർഡിന് സമീപമാണ് മാലിന്യം തള്ളുന്നത് എന്നത് മറ്റൊരു വിരോധാഭാസം. നഗരസഭയുടെ വീഴ്ചയാണ് തോട്ടിൽ മാലിന്യം തള്ളുന്നതിന് പ്രധാന കാരണമെന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെ ആരോപിക്കുന്നു. മാലിന്യം തള്ളുന്നത് പതിവായതോടെ മഴക്കാലത്ത് വിവിധങ്ങളായ രോഗങ്ങൾക്കുള്ള സാധ്യതയും കൂടുതലാണ്. തോടിന് സംരക്ഷണ വേലികൾ ഉയരത്തിൽ നിർമ്മിച്ചാൽ മാലിന്യം തള്ളുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മാതൃദിനാചരണവും പഠനോപകരണ വിതരണവും നടത്തി. ഓച്ചിറ മേമന പരബ്രഹ്മവിലാസം NSS കരയോഗത്തിലാണ് മാതൃദിനാചരണം സംഘടിപ്പിച്ചത്. ഓച്ചിറ 1455 നമ്പർ മേമന പരബ്രഹ്മവിലാസം NSS കരയോഗത്തിലാണ് മാതൃദിനാചരണം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പഠനോപകരണ വിതരണവും നടത്തി. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ KK മാലതി ദേവി മാതൃദിനാചരണം ഉദ്ഘാടനം ചെയ്തു. മാതൃദിന സന്ദേശവും നൽകി. കുറച്ച് നാളൊക്കെ ആദ്യം ചെയ്യുമായിരുന്നു, പിന്നെ അവിടുന്നൊക്കെ ഇനി പോയി പ്രാരബ്ധങ്ങളൊക്കെ ആയപ്പം അത് വിട്ടു. എന്നാലും ഈ കുറച്ച് കഴിഞ്ഞ പ്രാരബ്ധമൊക്കെ ഒതുങ്ങിയപ്പോൾ പിന്നെ ഞാനത് അതുപോലെ ചെയ്തു തുടങ്ങി. അമ്മയെന്ന് പറയുന്ന ആ എന്തുവാണെന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ് അമ്മ. പ്രകൃതി പൂജിക്കണം, പ്രകൃതിയെ ആരാധിക്കണം, പ്രകൃതിയെ സ്നേഹിക്കണം എന്നൊക്കെ ഇപ്പോഴും എല്ലാവരും പറയുന്നുണ്ടല്ലോ. പക്ഷേ പ്രകൃതിയെ നമ്മൾ നോക്കിയാൽ എല്ലാം ആ അമ്മയുടെ കാരുണ്യമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് എല്ലാ അമ്മമാരും അതിനകത്ത് പറഞ്ഞേക്കുന്നത് തന്നെ. മാതൃവന്ദനം, കാൽകഴുകിക്കൽ, മാതൃപൂജ, മധുരം നൽകൽ, ചുംബനം നൽകൽ എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. NSS കരയോഗം പ്രസിഡന്റ് KB രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി B സെവന്തികുമാരി സ്വാഗതം പറഞ്ഞു. ആധ്യാത്മിക പഠന കേന്ദ്രത്തിലെ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം താലൂക്ക് വനിതാ യൂണിയൻ ജോയിന്റ് സെക്രട്ടറി L സ്മിത ഉദ്ഘാടനം ചെയ്തു. ആധ്യാത്മിക പഠന കേന്ദ്രം താലൂക്ക് കോർഡിനേറ്റർ ഡോക്ടർ ജയകുമാരി, കരയോഗം ട്രഷറർ സജ്ജി കളത്തിൽ, N മുരളീധരൻ പിള്ള, R രാധാകൃഷ്ണൻ, K വിജയകുമാരൻ പിള്ള, J മധുസൂദനൻ പിള്ള, S മുരളീധരൻ പിള്ള, M മനോജ്, R സുനിൽകുമാർ, R ചന്ദ്രശേഖരൻ പിള്ള, R സുകല, S ഗീതാകുമാരി, ആദിത്യൻ M, കമലാലയം മധുസൂദനൻ പിള്ള, G സോമനാഥൻ പിള്ള, M ശ്രീകല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ലോക മാതൃദിനാചരണം സംഘടിപ്പിച്ചു.
കരുനാഗപ്പള്ളി കോഴിക്കോട് സൈക്കിൾ ഗ്രാമത്തിന്റെ നേതൃത്വത്തിലാണ് മാതൃദിനാചരണം സംഘടിപ്പിച്ചത്. കോഴിക്കോട് സൈക്കിൾ ഗ്രാമത്തിന്റെ നേതൃത്വത്തിലാണ് ലോക മാതൃദിനാചരണം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പോച്ചയിൽ സുലേഖ ബീവിയെ സൈക്കിൾ ഗ്രാമം സ്ഥാപകനും രക്ഷാധികാരിയുമായ മുനമ്പത്ത് ശിഹാബും പുതുവീട്ടിൽ ഐഷ ബീവിയെ സൈക്കിൾ ഗ്രാമം വൈസ് ചെയർമാൻ നാസർ പോച്ചയിലും വീടുകളിലെത്തി ആദരിച്ചു. സൈക്കിൾ ഗ്രാമം വൈസ് ചെയർമാൻ നാസർ പോച്ചയിൽ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ വി ബാബു, നാസർ അമ്പീത്തറ, റഷീദ് പുതുവീട്ടിൽ, അമ്പുവിള ലത്തീഫ്, സുൽഫിക്കർ ചാലിയത്ത്, നൌഷാദ് തേവറ, സജീവ് പോച്ചയിൽ, ലത്തീഫ് പുതുവീട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ലോക മാതൃദിനാചരണം സംഘടിപ്പിച്ചു. തഴവ കണ്ണകി ശാന്തിതീരം വൃദ്ധസദനത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം. ആദരവ് നടത്തി. തഴവ കണ്ണകി ശാന്തിതീരം വൃദ്ധസദനത്തിലാണ് മാതൃദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഡെപ്യൂട്ടി കളക്ടർ ബി ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച് അങ്ങനെ അതുകൊണ്ട് ലോകവ്യാപകമായി തന്നെ ഈ അമ്മമാർക്കായിട്ട് അറിയിക്കുന്ന ഒരു ദിനം നിലവിൽ വന്നു. ഓരോ ദിവസവും ഓരോ ദിനമുണ്ട്. അമ്മമാരുടെ അറിഞ്ഞതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഒരമ്മയുടെ നന്മയറിഞ്ഞ് അമ്മയെ ബഹുമാനിക്കുക, അതുപോലെ സ്നേഹിക്കുക, അനുസരിക്കുക, ശുശ്രൂഷിക്കുക എന്നത് ഈ മക്കളുടെ കടമയാണ്. അപ്പോൾ എത്ര ഒഴിവുകളൊക്കെ പറഞ്ഞാലും മാറി നിൽക്കാൻ കഴിയാത്ത ഒരു ധർമ്മമാണ് അത് എന്ന തിരിച്ചറിവാണ് ഓരോ മക്കളിലും ഉണ്ടാകേണ്ടത്. അത് മക്കൾക്കൊക്കെ ഉണ്ടാകാം. പക്ഷെ അമ്മമാരെ ഇപ്പോൾ ഇവിടെ വന്ന് എത്തിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാവാം. അവർക്ക് ഒരു പക്ഷേ എന്തെങ്കിലും ജോലി തിരക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു കാരണങ്ങൾ കൊണ്ടാവാം. അതുകൊണ്ട് അമ്മമാരെ അതൊന്നും ഓർത്ത് വിഷമിക്കട്ടെ, എൻ്റെ മക്കൾ ഇപ്പം കൂടിയിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ നമ്മളെ ഇപ്പം കൂടുതൽ പറയുന്നില്ല. നമ്മൾ ഓരോരുത്തരും 10 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ കവിഞ്ഞ് എണിച്ചുകൊണ്ട് ഈ ഭൂമി മലയാളത്തിലേക്ക് തുറന്നു വീണപ്പോൾ മനസ്സ് നിറഞ്ഞ് ചിരിച്ച് സ്വീകരിച്ച ഒരു രൂപമാണ് അമ്മ. വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് ആദരവ് നൽകി. 2 സ്ഥലത്തായിട്ട് നിൽക്കുന്നു. ഞാൻ ഇതിന്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം പറഞ്ഞാൽ ഒത്തിരി പറയാം. അതൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നത്തെ പാഠത്തെ പറ്റി എല്ലാം നമ്മുടെ ഡെപ്യൂട്ടി കളക്ടറുണ്ട്, അതുപോലെ നമ്മുടെ മോഹനായ പഞ്ചായത്ത് പ്രതിനിധിയുണ്ട്, ഏതാണ്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും സ്നേഹോപഹാരങ്ങളും വിതരണം ചെയ്തു. അമ്പലപ്പുഴ സി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുജ മുഖ്യപ്രഭാഷണം നടത്തി. ഈ ഡയറക്ടർക്ക് അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്തുവാനുള്ള ഒരു മനസ്സിന്റെ ഒരു നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ എല്ലാ ലോകത്തിലെ മൊത്തം അമ്മമാരെയും ഇന്ന് ഇത്തരത്തിലുള്ള പരിപാടിയിലൂടെ ഭരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തഴവ ബിജു, രക്ഷാധികാരി ഷാജഹാൻ രാജധാനി, ചവറ ഹരീഷ് കുമാർ, കണ്ണകി ശാന്തിതീരം MD മഠത്തിൽ ഗോപിനാഥ, മാനേജർ ജയൻ, മുനമ്പത്ത് റഹ്മാൻ, മുനമ്പത്ത് ഗഫൂർ, രഞ്ജിനി വാസുദേവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. പത്തനാപുരത്ത് വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്ക്. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. പത്തനാപുരം കടയ്ക്കാമണ്ണിലായിരുന്നു അപകടം. പുല്ലൂർ ഭാഗത്തു നിന്ന് വന്ന ഇന്നോവ കാർ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന തമിഴ്നാട് സ്വദേശികളുടെ കോളിസ് ജീപ്പിൽ ഇടിക്കുകയായിരുന്നു. ജീപ്പിന്റെ തകരാർ പരിഹരിക്കുന്നതിനായി റോഡിന്റെ വശത്തായി നിർത്തിയിട്ടിരിക്കുന്നതിനിടെയാണ് കാർ റോഡിനരികിൽ നിന്നവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറിയത്. അപകടത്തിൽ 3 പേർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ തിരുനെൽവേലി സ്വദേശി 27-കാരനായ സുബ്ബക്കുട്ടിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റ് 2 പേരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിലുണ്ടായിരുന്ന പുന്നല സ്വദേശികളായ യുവാക്കൾക്ക് പരിക്കില്ല. ഇന്നോവ ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് കരുതുന്നത്. സംഭവത്തിൽ പത്തനാപുരം പോലീസ് കേസെടുത്തു. പുല്ലൂർ മൂവാറ്റുപുഴ പാതയിൽ കടയ്ക്കാമൺ ഭാഗത്ത് അപകടങ്ങൾ പതിവാകുന്നതായി നാട്ടുകാർ പറയുന്നു. ഈ വണ്ടിക്കട ഇവിടെ കിടക്കുമായിരുന്നു. ഈ കാർ ശരിയായിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ വണ്ടി അവിടുന്ന് വന്ന് ഇടിച്ച് നിറക്കി ഈ വണ്ടി ഇടിച്ച് ഈ വീട്ടിന്റെ മണ്ടയ്ക്ക് കൊണ്ടുവച്ചു. ഇല്ലെങ്കിൽ ഇത് മറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ 4 പേരും ഇതാക്കിയാൽ വീട്ടിന്റെ മണ്ടയ്ക്ക് കയറിയിരുന്നെങ്കിലും പോയാലും മൊത്തം ഇടിഞ്ഞിരിക്കുന്ന വീടാ, തൊട്ടാ മതി. അങ്ങനെ ദൈവം ഞങ്ങളെ കാത്തു. അവർ പറഞ്ഞു ഞങ്ങളെല്ലാവരും വണ്ടിക്കട ഈടൊക്കെ വന്ന് പോറ്റ പറിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. ഇത്രയും കാലം ഇങ്ങനെയുള്ള സംഭവം വന്നിട്ടില്ലല്ലോ. ഇത് കെട്ടിയ ശേഷം ദൈവത്തിന്റെ ഭാഗ്യം. നമ്മളെന്തോ പുണ്യം ചെയ്തിട്ടുണ്ടോ ദൈവം. ഒരിക്കൽ വന്ന് മറിഞ്ഞ് ഇതുപോലെ കെട്ടിട തൂണൊക്കെ പോയി കെട്ടിനകത്ത് പിള്ളേരും കുട്ടിയൊക്കെ ഉള്ളതായിരുന്നു. നാവൂർ പോയിട്ട് വന്നു. അത് അവര് തന്നെ ഈ തൂണൊക്കെ റെഡിയാക്കി തന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്നു പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. മേൽവിലാസം മാറിയതിന്റെ പേരിൽ
പാസ്പോർട്ട് നൽകില്ലെന്ന് നിലപാടെടുത്ത പോസ്റ്റുമാനെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. വിറ്റ വീടിന്റെ മേൽവിലാസത്തിൽ എത്തിയ പാസ്പോർട്ടാണ് പോസ്റ്റുമാൻ നൽകാതിരുന്നത്. ഷെഡ് കെട്ടി താമസിക്കുന്ന ഇവർക്ക് വീട്ടു നമ്പർ കിട്ടാതിരുന്നതിനാൽ പഴയ മേൽവിലാസമാണ് ഉപയോഗിച്ചു വന്നത്. മേൽവിലാസം മാറിയതിന്റെ പേരിലാണ് പോസ്റ്റുമാൻ പാസ്പോർട്ട് നൽകാതിരുന്നത്. ഇതേ തുടർന്നായിരുന്നു ഉപരോധ സമരം. നടുക്കുന്ന് ബാബാ സാഹിബ് നഗറിൽ അക്ഷയ് ചിത്രകുമാറിന്റെ പാസ്പോർട്ടാണ് മേൽവിലാസം മാറിയെന്ന കാരണത്താൽ നൽകാതിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം കുറച്ചുനാൾ മുമ്പ് അക്ഷയുടെ കുടുംബം വീട് വിറ്റ് 1/2 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്ത് താമസിക്കുകയാണ്. ഷെഡ് കെട്ടി താമസിക്കുന്ന ഇവർക്ക് വീട്ടു നമ്പർ ലഭിച്ചിട്ടില്ല. അതിനാൽ പഴയ മേൽവിലാസമാണ് എല്ലാത്തിനും ഉപയോഗിച്ചു വന്നത്. പഴയ മേൽവിലാസം കാണിച്ചാണ് പാസ്പോർട്ടിന് അപേക്ഷിച്ചത്. ഇത് പോസ്റ്റ് ഓഫീസ് വഴി കഴിഞ്ഞ ദിവസം എത്തി. എന്നാൽ മേൽവിലാസം മാറിയതിനാൽ പാസ്പോർട്ട് തരില്ലെന്നായി പോസ്റ്റുമാൻ. പുതിയ വീടിന് നമ്പർ കിട്ടാത്തതിനാലാണ് ഇത് സംഭവിച്ചതെന്ന് പോസ്റ്റുമാനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും പാസ്പോർട്ട് നൽകിയില്ല. ഇത് തിരിച്ചയക്കുകയും ചെയ്തു. വീണ്ടും യുവാവ് ബന്ധപ്പെട്ടപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി പാസ്പോർട്ട് വീണ്ടും എത്തി. നടുക്കുന്ന് പോസ്റ്റ് ഓഫീസിൽ പാസ്പോർട്ട് എത്തിയതറിഞ്ഞ ബുധനാഴ്ച അക്ഷയ് വീണ്ടും ഓഫീസിലെത്തി. എന്നാൽ നൽകാനാകില്ലെന്നായിരുന്നു മറുപടി. ഉന്നത തലത്തിൽ ഇടപെട്ടെങ്കിലും നടപടിയെടുക്കാൻ കഴിയില്ലെന്ന ഉത്തരമാണ് ലഭിച്ചത്. ഇതേ തുടർന്ന് യുവാവും കുടുംബവും പോസ്റ്റ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. സംഭവം അറിഞ്ഞെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. രാവിലെ 11-ന് ആരംഭിച്ച ഉപരോധം വൈകിട്ട് 5 മണി വരെ തുടർന്നു. ഉന്നത ഉദ്യോഗസ്ഥരിടപെട്ട പാസ്പോർട്ട് 7 ദിവസത്തേക്ക് മടക്കി അയക്കില്ലെന്നും അതിനുള്ളിൽ മേൽവിലാസം തെളിയിക്കുന്ന രേഖകളുമായി എത്തണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. CPIM ഏരിയ സെക്രട്ടറി എച്ച് നജീബ് മുഹമ്മദ്, AB അൻസാർ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അനന്തു പിള്ള, സ്വരാജ്, അക്ഷയ് വിനിമോൻ, മനു, അഫ്സൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. AKG സമീപം താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കുകയും ആദ്യം പാസ്പോർട്ട് വരുമ്പോൾ ഇവിടുത്തെ അധികാരപ്പെട്ട പോസ്റ്റുമാൻ അത് തിരിച്ചയക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവുകയും രണ്ടാമത് വീണ്ടും ആ ചെറുപ്പക്കാരൻ തിരുവനന്തപുരം പാസ്പോർട്ട് ഓഫീസിൽ ഉൾപ്പെടെ പോയി വളരെ ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് രണ്ടാമതും ആ പാസ്പോർട്ട് വരുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇവിടുത്തെ പോസ്റ്റുമാന്റെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് പല വിഷയങ്ങൾക്കകത്തും പല ആളുകളിൽ നിന്നും അയാളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന്റെ ഭാഗമായി പലവരോടും പൈസ ഉൾപ്പെടെ ചോദിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഈ വിഷയത്തിന്റെ ഭാഗമായി ഞങ്ങൾ സമരത്തിന്റെ ഭാഗമായി കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പൊ ആ താല്പര്യങ്ങളുടെ ഭാഗമായി ആ പൈസ അല്ലെങ്കിൽ എന്താവശ്യമാണുള്ളത് അത് ഈ പാവം പിടിച്ച നിർധനമായ ഈ കുടുംബത്തിന് കൊടുക്കാൻ കഴിയാത്തതിന്റെ ഭാഗമായി വ്യക്തിപരമായ ഈഗോയുടെ പേരിൽ ഒരു ചെറുപ്പക്കാരന്റെ ഭാവി നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ നടുക്കുന്ന് പോസ്റ്റ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ നിൽക്കുന്നത്. അതിനെതിരായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുടുംബത്തിന്റെ ഏക മകൻ ആണ് അക്ഷയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ സ്വാഭാവികമായും ഈ പാസ്പോർട്ടിന്റെ ഭാഗമായി വിദേശത്തേക്ക് പോയി ജോലി ചെയ്താൽ മാത്രമേ ആ കുടുംബത്തിന്റെ പ്രതിസന്ധികളിൽ നിന്നും ആ കുടുംബത്തെ കരകയറ്റുവാൻ വേണ്ടി കഴിയത്തുള്ളൂ. പക്ഷേ വ്യക്തിപരമായ ഈഗോ ക്ലാഷിന്റെ ഭാഗമായി ഇവിടെ ചില ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറെ ദിവസക്കാലങ്ങളായി ഈ പാസ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും ലഭിക്കത്തില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പോസ്റ്റ് ഓഫീസിന്റെ അയർ ഉദ്യോഗസ്ഥനെ ഉൾപ്പെടെ വിളിച്ച് പരാതി പറയുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥനെ പിന്നീട് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ പരാതിയുമായി പോയതല്ലേ, എനിക്കെതിരെ പരാതി കൊടുത്തതല്ലേ, ആ പരാതി കൊടുത്തെങ്കിൽ പരാതിയുമായി പോയ ആള് നിങ്ങൾ അങ്ങനെ തന്നെ നേടിയാൽ മതി എന്ന ഈഗോ ക്ലാഷിന്റെ ഭാഗമായി ബോധപൂർവമായി ഒരു ചെറുപ്പക്കാരന്റെ അവകാശത്തെ ഹനിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ പോസ്റ്റ് ഓഫീസിലെ ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. തീർച്ചയായും ഇവിടെ നിരവധിയായിട്ടുള്ള ചെറുപ്പക്കാർ ഈ വിഷയത്തിന്റെ ഭാഗമായി ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. ഇന്നു മുതൽ അനിശ്ചിതകാലം നിലയിലേക്ക് ഇവിടെ വ്യത്യസ്തമായ സംഘടനകൾ ഉൾപ്പെടെ ഈ ചെറുപ്പക്കാരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന്റെ ഭാഗമായി ചെയ്യാൻ കഴിയാവുന്ന എല്ലാ തരത്തിലേക്കുമുള്ള പോരാട്ടം ഞങ്ങൾ ചെയ്യും. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ ഭാഗത്താണ് വളരെ കൂടുതലായും ന്യായമുള്ളത്. അതിന്റെ ഭാഗമായി ആ പാസ്പോർട്ട് ഇവിടെ നിന്നും ഇഷ്യൂ ചെയ്യുന്നത് വരെ പോലീസ് വെരിഫിക്കേഷൻ ഉൾപ്പെടെ കഴിഞ്ഞ് ആ പോലീസ് വെരിഫിക്കേഷൻ ഉൾപ്പെടെ ക്ലിയറായി എല്ലാ പ്രയാസങ്ങളും അതിജീവിച്ചുകൊണ്ട് ന്യായമായ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളമാണ് ഇവിടെ ചെറുപ്പക്കാർ ഒത്തുചേർന്നിട്ടുള്ളത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീതി നടപ്പാക്കുന്നത് വരെയുള്ള എല്ലാ തരത്തിലേക്കുമുള്ള പോരാട്ടങ്ങൾക്ക് ഡിവൈഎഫ്ഐ ഇന്നു മുതൽ ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടാകും. അത് കിട്ടുന്നവരെ വലിയ സമര പോരാട്ടങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കുവാൻ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. തിങ്കളാഴ്ച ന്യൂനമർദ്ദം രൂപം കൊള്ളുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. നിലവിൽ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്.
മെയ് 13 വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബംഗാൾ കടലിൽ പുതിയ ന്യൂനമർദ്ദവും അറബിക്കടലിൽ ചക്രവാത ചുഴിയും രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ശക്തമായ മഴയ്ക്ക് കാരണമാകും. 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ട്. മന്നാർ ഉൾക്കടലിനും ശ്രീലങ്കയ്ക്കും മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ തിങ്കളാഴ്ചയോടെ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടും. തെക്കുപടിഞ്ഞാറൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ഇതിനാൽ മെയ് 13 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. മണിക്കൂറിൽ 30 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കന്യാകുമാരി, ലക്ഷദ്വീപ്, മധ്യകിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാകും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കൻ കേരളത്തിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. 12 പേർക്ക് പരിക്ക്. പരവൂർ നെടുങ്ങോലത്തായിരുന്നു അപകടം. മേൽവിലാസം മാറിയതിന്റെ പേരിൽ പാസ്പോർട്ട് നൽകിയില്ല. ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടുക്കുന്ന് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. പോസ്റ്റ്മാനെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. പത്തനാപുരത്ത് വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്ക്. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. കടക്കാമണ്ണിലായിരുന്നു അപകടം. കരുനാഗപ്പള്ളി പാറ്റോലിത്തോട്ടിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. നടപടി സ്വീകരിക്കാതെ നഗരസഭ. പ്രവർത്തനരഹിതമായ ക്യാമറയും മാലിന്യം തള്ളുന്നവർക്ക് അനുഗ്രഹമാകുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.